നമ്മുടെ കോട്ടക്കൽ പുത്തൂർ ഗ്രൗണ്ടിലെ ജനുവരി 31 മുതൽ ഏകദേശം 10 കോടി നിർമ്മാണ ചെലവിൽ ഒരു അടിപൊളി അണ്ടർ വാട്ടർ ടണലും കടൽ മത്സ്യങ്ങളുടെ അക്വേറിയവും ഒക്കെ വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഇതിന്റെ കൂടെ റോബോ ഡോഗ്സ്, കൺസ്യൂമർ സ്റ്റാളുകൾ, എക്സിബിഷൻ, മാജിക്, ബട്ടർഫ്ലൈ ഗാർഡൻ, അതുപോലെ തന്നെ കിളികളുടെയും പാമ്പിന്റെയും ഇഗ്വാനയുടെയും കൂടെയൊക്കെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനും കഴിയും. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ടെക്ട്രാവലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസ് ഗ്രൗണ്ടിലാണ് ഈ ഒരു ഷോ നടക്കുന്നത്. നിങ്ങൾക്ക് സ്ഥലം അറിയില്ലെങ്കിൽ ഗൂഗിൾ മാപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഇവിടെ ഈ ഒരു ഷോ മാത്രമല്ല കേട്ടോ, ഒരുപാട് ഇവന്റുകളും ഉണ്ട് ഇതിന്റെ കൂടെ. ഈ ഒരു ബോർഡിൽ കാണുന്ന പോലെ കണ്ണൂർ ഷെരീഫ്, റിമി ടോമി, സ്റ്റീഫൻ ദേവസ്യ, ആട്ടം ബ്രാൻഡ്, അങ്ങനെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ ടിക്കറ്റ് ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഈ ഒരു ഇവന്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ആമയാണ് കേട്ടോ. നമുക്ക് ഇതിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ഒരു അടിപൊളി സംഭവമായിട്ട് തോന്നി. ഇനി നമുക്ക് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് നോക്കാം. 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് നിരക്ക് വരുന്നത് 150 രൂപയാണ്. അല്ലാതെ അഡൽട്ട്, ചിൽഡ്രൻ അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു ബാൻഡ് ഉണ്ടാവും, അത് ചോദിച്ചു വാങ്ങാൻ ശ്രമിക്കുക. ഈ ബാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡേറ്റുകളിൽ വരുന്ന ഇവന്റ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള എൻട്രിയാണ്. അത് നമുക്ക് ഫ്രീ ആണ്. അതായത് നമ്മൾ 150 രൂപയുടെ ഒരു ടിക്കറ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു ബാൻഡ് കിട്ടും. അപ്പോൾ ഈ ഒരു ഇവന്റ് നടക്കുന്ന ദിവസം നമുക്കത് ഫ്രീ എൻട്രി ആയി. അപ്പൊ നിങ്ങൾ ഇതിൽ ആരുടെയെങ്കിലും ഷോ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അന്നേ ദിവസം കുറച്ച് നേരത്തെ വരിക. അക്വേറിയം, ഇവിടുത്തെ എക്സിബിഷനും മറ്റു കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം ഈ ഒരു ഇവന്റിലും പങ്കെടുക്കുക. ഫാമിലിയൊക്കെ കുറച്ച് നേരത്തെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്, കാരണം നല്ല തിരക്കായിരിക്കും. നമുക്കിനി നേരെ അകത്തേക്ക് കടക്കാം. അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ വരുന്നത് ഇതുപോലത്തെ ചെറിയൊരു ഗാർഡനിലേക്കാണ്. ഈ ഗാർഡനിൽ ഒരുപാട് പക്ഷികളുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരുപക്ഷെ നമ്മുടെ തലയിലും തോളിലും ഒക്കെ വന്നിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പാറി കളിക്കുന്നുണ്ടാവും. മാത്രമല്ല ഇതിന്റെ സൈഡിലായിട്ട് ഇതുപോലൊരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സെൽഫി പോയിന്റും ഇവിടെയുണ്ട്. ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാ ഫാമിലിക്കും. ഒരുപാട് കിളികളെയൊക്കെ നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റും. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നേരെ പോകുന്നത് ഈ ഷോയുടെ മറ്റൊരു ഹൈലൈറ്റിലേക്ക്. ഈ ഒരു റോബോ ഡോഗ്സ് അല്ലെങ്കിൽ ഈവൻ റോബോട്ടിലേക്ക്. കറക്റ്റ് ഡോഗ്സിന്റെ മാതിരിയുള്ള എല്ലാ ആക്ഷനും ഇവർ കാണിക്കും കേട്ടോ. കുട്ടികളുടെ കൂടെ ഓടും ചാടും, നമുക്ക് കൈ തരും, കൈ വീശി കാണിക്കും, നിന്ന് നിൽപ്പിൽ തന്നെ ചാടും. അങ്ങനെ എന്തായാലും ഫാമിലിക്ക് ഈ ഒരു ഷോ ഇഷ്ടപ്പെടും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും മസ്റ്റായിട്ട് നിങ്ങൾ കുട്ടികളെ കൂട്ടിയിട്ട് ഈ ഒരു ഷോ കാണാൻ വരിക. ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു ഗാർഡനിലേക്കാണ്. എവിടെയും ഒരു സെൽഫി പോയിന്റ് ഉണ്ട്. കൂടാതെ തന്നെ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയ ഒരുപാട് ഫ്ലവേഴ്സും, ഈ ഫ്ലവേഴ്സിന്റെ ഒക്കെ നടുക്ക് തേനീച്ചകളും തുമ്പിയെയും വണ്ടിനെയും ഗർജിക്കുന്ന കടുവയെയും നല്ലൊരു കൂറ്റൻ കൊമ്പനാനയെയും ഡൈനോസറിനെയും പച്ചപ്പുൽച്ചാടിയെയും പൂമ്പാറ്റയെയും നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിനി നേരെ അടുത്ത കാഴ്ചയിലേക്ക് പോകാം. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കടലിൽ മാത്രം കാണുന്ന സ്രാവുകളെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് ഒരു 360 ഡിഗ്രിയിൽ ഒരുപാട് സ്രാവുകളെ കാണാൻ സാധിക്കും കേട്ടോ. ഈ കാഴ്ചയും ദി ഓഷ്യൻ ഷോയുടെ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി നമ്മൾ പോകുന്നത് നേരെ അക്വേറിയത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ കടലിൽ കാണുന്നതും ഫ്രഷ് വാട്ടറിലുള്ളതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി മത്സ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ടൈഗർ ഫിഷ് ആണ് കേട്ടോ ഇത്. സ്പോട്ട് ഫിൻ എന്ന് പറയുന്ന ഒരു ഫിഷാണ് കേട്ടോ. ആള് കാണാൻ ഇത്തിരി കുഞ്ഞിനും നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ മുള്ളുകൾ നല്ല വിഷമുള്ളതാണെന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മീനുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തെരണ്ടി ഉണ്ട് ഇവിടെ. അതിന്റെ വാല് കണ്ടു, നല്ല നീളമുള്ള വാലുള്ള തെരണ്ടി.
പിന്നെ നമ്മളിതാ നേരെ എത്തിയത് ഇതാ നമ്മളെ ഭീമാകാരന്മാരെല്ലാം ഒരുപാട് ആരാപ്പായ്മകളുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മുടെയൊക്കെ ചെറിയ മക്കളുടെ അത്ര വലുപ്പമുള്ള വലിയ മീനുകളല്ലേ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. ഇതും തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അവിടെ നിന്ന് നമ്മൾ ഇനി വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഇതാ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മത്സ്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് നമ്മൾ ഈ വെറൈറ്റി ഫിഷിനെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ എത്തിയത് ഈ ഒരു ഗ്രേ സ്നാപ്പറിന്റെ അടുത്തേക്കാണ്. പക്ഷെ നമ്മളിതിനെ വിളിക്കുക ചെമ്പല്ലി എന്നാണല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ എത്തിയത് ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബട്ടർഫ്ലൈ ഫിഷസ് ഉണ്ട്. പിന്നെ നമ്മൾ കണ്ടത് ഈ ഒരു വലിയ അക്വേറിയത്തിന്റെ ബോക്സിൽ ഒരുപാട് ഗ്ലോ ഫിഷുകളാണ്. ഒരുപാട് നിറത്തിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇവറ്റകളെ കാണാൻ. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളിനി പോകുന്നത് ഈ ഷോയുടെ മറ്റൊരു വലിയ ഹൈലൈറ്റിലേക്കാണ്. അണ്ടർ വാട്ടർ ആക്വേറിയം ടണൽ. നമുക്ക് ചുറ്റും, അതായത് നമ്മുടെ തലയ്ക്ക് മുകളിലും രണ്ട് സൈഡിലായിട്ട് ഒരുപാട് മീനുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഇത്. ഇതുവരെ എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ വീക്കെൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വീക്കെൻഡ് ഒഴിവാക്കിയിട്ട് വർക്കിംഗ് ഡേയ്സിൽ വൈകുന്നേരം പോവായിരിക്കും നല്ലത്. സോ ആ ഒരു അണ്ടർ വാട്ടർ ടണലിൽ നമ്മൾ വീണ്ടും വരുമ്പോൾ ഇനിയും മീനുകളുടെ മറ്റൊരു സെക്ഷനാണ് വരുന്നത്. ഇവിടെയും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മീനുകളെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളങ്ങനെ ഓരോ മീനുകളുടെ സെക്ഷനും കണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഇതാ ഒരു ഈൽ ഉണ്ട്. ഇവിടെ ഈ ഒരു ഈലിനെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് ലോബ്സ്റ്ററിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഒന്നും രണ്ടും അല്ല, ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ ഇവിടെ. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ സ്റ്റാർ ഫിഷും ഉണ്ട്. അങ്ങനെ സ്റ്റാർ ഫിഷ് കഴിഞ്ഞത് നമ്മൾ നേരെ മുന്നോട്ട് പോകുമ്പോൾ 4 എണ്ണം എന്താ നമുക്ക് വേണ്ടി അവിടെ പോസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു അക്വേറിയം നിങ്ങൾ കണ്ടോ? ഇതിനകത്ത് ഒരു സർപ്രൈസ് നിങ്ങൾക്ക് ഒളിച്ചിരിപ്പുണ്ട്. ഏതായാലും നിങ്ങൾ ഈ ഒരു ഷോ കണ്ടതിന് ശേഷം എന്താണ് അതിനകത്തുള്ള സർപ്രൈസ് എന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. അങ്ങനെ അക്വേറിയത്തിന്റെ ഷോ കഴിഞ്ഞപ്പോൾ ഇതാ ഇവിടെ ഒരു അണ്ടർ വാട്ടർ കൊട്ടാരം നമുക്ക് കാണാൻ സാധിച്ചു. അക്വേറിയത്തിന്റെ ഷോ ഏകദേശം കഴിഞ്ഞു. ഇനി വരുന്നത് കൺസ്യൂമർ സ്റ്റാളുകളാണ്. ആദ്യമായിട്ട് തന്നെ വരുന്നത് മാറ്റിന്റെയാണ്. അത് കഴിഞ്ഞാൽ പാലക്കാടൻ പനക്കരിപ്പട്ടി ഉണ്ട്. പിന്നെ നമുക്ക് മസാജ് ചെയ്യാനുള്ള മസാജർ നമുക്ക് ഇവിടെ വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ അക്യുപഞ്ചർ ചപ്പല്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളറിങ്, കോഴിക്കോടൻ ഹൽവ, അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് അച്ചാറുകൾ, പിന്നെ പാലക്കാടൻ പപ്പടം. ഇതിൽ ഒരുവിധം എല്ലാ പച്ചക്കറിയുടെയും പപ്പടം ഉണ്ടാവും കേട്ടോ. ഇത് മിക്സ് ആയിട്ടുള്ളതൊന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ പേന, ചീപ്പ്, കത്തി, അങ്ങനത്തെ എല്ലാ സംഭവത്തിൻ്റെയും സ്റ്റാളുകൾ, കുത്താമ്പുള്ളി കൈത്തറിയുടെ കട, പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളറിംഗ് ബുക്കുകൾ മാത്രം, പിന്നെ മിഠായികൾ, നമ്മളെ പഴയകാല മിഠായികൾ, പുളിയച്ചാറ്, തേൻ മിഠായി, അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ബുക്സുകൾ. അതായത് ഇതിനൊക്കെ വെറും 100 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് പാലക്കാടൻ രാമൻ കത്തികളാണ്. നിങ്ങൾക്ക് വീട്ടിലേക്ക് കത്തി ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം. അത്യാവശ്യം വീട്ടിലേക്കുള്ള മറ്റു സാധനങ്ങളും ഇതിന്റെ കൂടെയുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാറ്, ജീപ്പ്, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ. പിന്നെ വരുന്നത് ഈ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെയാണ് ഇഗ്വാനയും അതുപോലെ തന്നെ കിളികളും പാമ്പെല്ലാം വരുന്നത്. ഇതിന് നമ്മൾ 100 രൂപ കൊടുക്കണം കേട്ടോ. 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2 സാധനത്തിന്റെ കൂടെ നമുക്ക് കയ്യിലെടുത്ത് നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും. ഫ്ലൈയിങ് സ്ക്യൂറലാണ് കേട്ടോ ഇപ്പൊ കണ്ടത്. സോ ഇത് ഇവിടെ കണ്ടതാണ് കേട്ടോ. ഈ മോള് നല്ല ധൈര്യത്തോട് കൂടി വന്നിട്ട് കിളിനെയൊക്കെ തലയിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ കുറെ പോപ്കോണിന്റെ ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. ബോട്ടിൽ സ്പ്രേ മൾട്ടി യൂസ് ആണ് കേട്ടോ. ഇതെല്ലാം ഒരിക്കലും പൊട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ചേട്ടൻ. പിന്നെ വയനാടൻ ആയുർവേദ കൊതുകുതിരി. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു ഫുഡ് കോർട്ടാണുള്ളത്. ഇതിൽ കരിമ്പിൻ ജ്യൂസ്, ദോശ, നമ്മുടെ ഗോബി മഞ്ചൂരിയൻ, പാൻപൂരി, ബജികള്, വെള്ളം എല്ലാം ഉണ്ട്. ഇവിടെ ഒരു വെറൈറ്റി ആയി തോന്നിയത് ഇതാ ഈ ഒരു മാജിക് സ്കൂപ്പാണ് കേട്ടോ. ഇത് നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഈ ഒരു സംഭവം. അതും ഇവിടെയുണ്ട്. കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കണ്ട് നിൽക്കുന്നവർക്കും.
അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഇങ്ങോട്ട് പുറത്തു വരുമ്പോൾ ഒരുപാട് ഗെയിമിന്റെ സ്പോട്ടുകൾ ഇവിടെയുണ്ട്. 50 രൂപയ്ക്ക് 7 റിങ് നമുക്ക് തരും. ഇതിലേതെങ്കിലും ഒന്ന് കറക്റ്റ് ആയിട്ട് വീണ് കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് കൊണ്ടുപോകാം. നിങ്ങളും വന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വെറും 50 രൂപയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പോൾ ഇവിടെ യന്ത്രത്തോണിയൊക്കെ ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് നമ്മൾ ചെയ്യണം. ഇതൊന്നും നമ്മുടെ 150 രൂപയിൽ വരില്ല. കുട്ടികൾക്ക് കളിക്കാനും ഉരുസാനും കറങ്ങാനും ചാടാനും ഉള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ഇതെല്ലാം എക്സ്ട്രാ പേയ്മെന്റിൽ വരുന്നതാണ്. ഏകദേശം പണിയെല്ലാം തീർന്നിട്ടുണ്ട്. നിങ്ങൾ വരും ദിവസങ്ങളിൽ ചെല്ലുമ്പോൾ ഫുൾ എല്ലാം ആക്റ്റീവ് ആയിരിക്കും. അവസാനം നമ്മൾ കണ്ടത് യന്ത്ര ഊഞ്ഞാലായിരുന്നു. പിന്നെ ഇവിടെ ഒട്ടകവും അതുപോലെ തന്നെ കുതിരപ്പുറത്തുള്ള സവാരി ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ കണ്ടില്ല. നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ ഫാമിലി ആയിട്ട് വൈകിട്ട് വന്നൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഷോ തന്നെയാണ് നമ്മുടെ കോട്ടക്കലിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ടൈമിംഗ് ഒന്ന് നോക്കാം. വർക്കിംഗ് ഡേയ്സിൽ ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. ഹോളി ഡേയ്സിലാണെന്നുണ്ടെങ്കിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 10 മണി വരെയാണ്. ഈ ഒരു ഷോ ജനുവരി 31 മുതൽ ഫെബ്രുവരി 20 വരെയാണെന്നാണ് പറയുന്നത്. 20-ാം തീയതിക്ക് ശേഷം ഒരുപക്ഷെ എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ മസ്റ്റായിട്ടും ഫാമിലിയും കുട്ടികളായിട്ടൊക്കെ വന്നിട്ട് ഈ ഒരു ഷോ കാണാൻ ശ്രമിക്കുക. ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്ക് ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.